നമസ്കാരം. സഞ്ജുവിന് ICC വിലക്കുമോ എന്നതാണ് ഇപ്പോൾ ഏറ്റവും ഉയരുന്ന ആശങ്കാപരമായ ചോദ്യം. പറയുന്നത് വേറൊന്നും കൊണ്ടല്ല, മറ്റന്നാളാണ് ഇന്ത്യ ഇംഗ്ലണ്ട് സെമിഫൈനൽ മത്സരം. വെസ്റ്റ് ഇൻഡീസിനെതിരായ മത്സരത്തിലെ വിജയാഘോഷമാണ് സഞ്ജുവിന് വിനയായത്. തകർപ്പൻ ഫോമിലുള്ള സഞ്ജു സെമി കാണാതെ പുറത്താകുമോ എന്ന ആശങ്കയിലാണ് ക്രിക്കറ്റ് ആരാധകർ. അത് ശരിയായിരുന്നു, എങ്ങനെ കളിപ്പിക്കാതിരിക്കാം എന്ന് നോക്കിയിരുന്നതായിരുന്നു പലരും. പക്ഷെ ഒരു ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ് കാഴ്ചവെച്ചപ്പോൾ പിന്നെ മറ്റെന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞല്ലേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാക്കാം. സഞ്ജു നമ്മളെ വിജയത്തിലേക്ക് കൊണ്ടുവന്ന് ഇന്ത്യയെ സെമിയിലേക്ക് കൊണ്ടെത്തിച്ചതാണെങ്കിൽ പോലും സഞ്ജുവിന് കുറച്ച് പ്രശ്നങ്ങൾ നിൽക്കുകയാണ്. ഇവിടെ സഞ്ജുവിന് കുറച്ച് പ്രശ്നങ്ങൾ നിൽക്കുകയാണെന്നാണ് പറയുന്നത്. അവിടെ ഒന്ന് ചിന്തിക്കേണ്ടത്, ഇവിടെ സഞ്ജുവിനാണോ പ്രശ്നം മറ്റുള്ളവർക്കാണോ പ്രശ്നം എന്നാണ് ഒന്ന് ചിന്തിക്കേണ്ടത്. കാരണം ഹെൽമറ്റ് വലിച്ചൂരി എറിഞ്ഞെന്നാണ് പറയുന്നത്. ആ ദൃശ്യങ്ങൾ കണ്ടവർക്ക് മനസ്സിലാവും, ഇല്ലെങ്കിൽ ആ കളി കണ്ടവർക്ക് മനസ്സിലാവും ഹെൽമറ്റ് വലിച്ചൂരി എറിഞ്ഞതാണോ ഇല്ലയോ എന്ന്. അതെന്തിനെങ്കിലും അബ്യൂസ് ചെയ്യുന്നതാണോ എന്നുള്ളത് കൂടി ഓർക്കേണ്ടതാണ്. സഞ്ജുവിന് ICC വിലക്കുമോ എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. സഞ്ജു സെമി കളിക്കില്ലേ എന്നൊരു ചോദ്യവും നിൽക്കുന്നുണ്ട്. ഇതിന് പ്രധാനപ്പെട്ട കാരണം സഞ്ജു കഴിഞ്ഞ മത്സരത്തിലെ അവസാനത്തെ ഷോട്ട് ബൗണ്ടറി അടിച്ചതിന് ശേഷം സഞ്ജുവിൻ്റെ സെലിബ്രേഷനൊക്കെ നമ്മൾ ആഘോഷിച്ചതാണ്, കണ്ടതാണ്. പക്ഷെ കാര്യങ്ങൾ കുറച്ച് പ്രശ്നത്തിൽ നിൽക്കുകയാണ്. കാരണം സഞ്ജു ആ സെലിബ്രേഷനിടയിൽ ഹെൽമെറ്റ് തൻ്റെ തലയിൽ നിന്നും ഊരി എറിയുന്നത് കാഴ്ച നമ്മൾ കണ്ടിരുന്നു. ആ ഗ്ലൗസോടെ പിന്നീട് തൊഴുന്ന കാഴ്ചയും കണ്ടതാണ്. ഈ ഹെൽമെറ്റ് ഊരുന്നത് ICCയുടെ നിയമപ്രകാരം ചട്ടപ്രകാരം ഒരു കുറ്റമാണ്. അല്ല, പ്രശ്നങ്ങൾ ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നവർക്ക് ഇതൊക്കെ ഒരു പ്രശ്നമായിട്ട് എടുക്കാം. സഞ്ജു ഒരു നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചപ്പോൾ തുടങ്ങിയതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പലർക്കും സഞ്ജുവിൻ്റെ പേര് പറയാൻ മടി, മറ്റുള്ളവരുടെ ഇന്നിങ്സാണ് ഇതിനേക്കാൾ മികച്ചത് എന്ന് പറയുന്നു. അവിടെയൊക്കെ ദുബൈയുടെ 8 റണ്ണും അക്സർ പട്ടേലിൻ്റെ പവർ പ്ലേയിലെ ഓവറും അതുപോലെ തന്നെ ബുംറയുടെ ഓവറും ഒക്കെ കളിയെ ജയിപ്പിക്കാൻ സഹായിച്ചു എന്നുള്ളത് ശരിയായിട്ടുള്ള കാര്യം തന്നെയാണ്. എന്ന് കരുതി അതെല്ലാം സഞ്ജു കളിച്ച ഇന്നിങ്സിനേക്കാളും വലുതാണെന്ന് പറയുന്നവരോട് ഒട്ടും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയത്തില്ല. അങ്ങനെ പ്രസ്താവന നടത്തുന്ന പലരുമുണ്ട്. പലർക്കും സഞ്ജുവിൻ്റെ പേര് പറയാൻ മടിയായിട്ട് മറ്റുള്ളവരുടെ പേര് പറഞ്ഞുകൊണ്ട് നടക്കുന്നവർ. കാരണം അവരുടെയൊക്കെ മനസ്സിൽ പോലും ഇല്ലായിരുന്നു സഞ്ജു ഇങ്ങനെ പെർഫോം ചെയ്യുമെന്ന്. അതുതന്നെയാണ് കാരണം. ഇപ്പോൾ നല്ലൊരു പെർഫോമൻസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ വന്നിരിക്കുകയാണ് എന്തെങ്കിലും കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ. ആ മാച്ചിൽ ഉടനീളം ഒരു കുറ്റവും ആർക്കും കണ്ടുപിടിക്കാനില്ലായിരുന്നു. ഒരു ക്യാച്ച് കളയോ ഒരു സ്റ്റംപിങ് കളയോ ഇല്ലെങ്കിൽ ഒരു ചാൻസ് കൊടുക്കുകയോ ഒന്നും ചെയ്യാതെ ഇത്രയും നല്ല രീതിയിൽ കളിച്ചിട്ട് അതിനുശേഷം ഹെൽമെറ്റ് എടുത്ത് എറിഞ്ഞു എന്നാണ് പറയുന്നത്. അത് ആ മാച്ച് കാണുന്നവർക്ക് മനസ്സിലാവും ഹെൽമെറ്റ് എടുത്ത് എറിഞ്ഞതാണോ അതോ കുരിശ് വരച്ചതാണോ പ്രോബ്ലം എന്ന്. അത് ഈ താരങ്ങൾക്ക് എതിരെ കർശനമായ നടപടി എടുക്കാനുള്ള സാധ്യതയും ഉണ്ട് എന്നതാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു ഫേക്ക് വാർത്തയായിട്ട് കാണരുത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റോറിയാണ്. ക്രിക്കറ്റ് ഫോളോ ചെയ്യുന്നവർക്ക് മനസ്സിലാവും ഈ സ്റ്റോറിയുടെ ഡെപ്ത്. അതുകൊണ്ടാണ് ഞാൻ വളരെ സീരിയസ് ആയിട്ട് സംസാരിക്കുന്നത്. ഇദ്ദേഹം പറയുന്നത് ഹെൽമെറ്റ് ഊരുന്നത് ICCയുടെ ഡോക്യുമെൻ്റ് പ്രകാരം ചട്ടലംഘനമാണെന്നാണ് പറയുന്നത്. അതും ആർട്ടിക്കിൾ 2.2 അതാണ് ഇദ്ദേഹം പറയുന്നത്. ഈ ഹെൽമെറ്റ് ഊരുന്നത് ഒരു തെറ്റാണോ? ആദ്യം ആർട്ടിക്കിൾ 2.2 എന്താണെന്ന് നോക്കാം. അപ്പോഴാണ് നമുക്ക് കാര്യങ്ങൾ കുറച്ച് മനസ്സിലാവുന്നത്. ഇവിടെ ആർട്ടിക്കിൾ 2.2 പറയുന്നത് അബ്യൂസ് ഓഫ് ക്രിക്കറ്റ് എക്യുപ്മെൻറ്റ് ഓർ ക്ലോത്തിങ്, ഗ്രൗണ്ട് എക്യുപ്മെൻറ്റ് ഓർ ഫിക്സേഴ്സ് ആൻഡ് ഫിറ്റിംഗ്സ് ഡ്യൂറിങ് ആൻ ഇൻ്റർനാഷണൽ മാച്ച്. ദിസ് ഒഫൻസ് കവേഴ്സ് ആക്ഷൻ ലൈക്ക് സ്ലാമിംഗ് എ ബാറ്റ് ആഫ്റ്റർ ഡിസ്മിസൽ, ഡാമേജിങ് ഡ്രസ്സിംഗ് റൂം ഫിക്സേഴ്സ് ഓർ ബ്രേക്കിംഗ് സ്റ്റംപ്സ്. ഇതൊക്കെയാണ് പറയുന്നത്. ഇതൊക്കെ ഡാമേജ് ആണെന്ന് പറയുകയാണെങ്കിൽ ആ ഡ്രസ്സിംഗ് റൂമിൽ പോകുന്നൊരു വീഡിയോ ഉണ്ട്, അതും എടുത്തുകൊണ്ട് വരികയാണെങ്കിൽ അതും ഒരു കുറ്റമായിട്ട് വേണമെങ്കിൽ പലർക്കും പറഞ്ഞു നടക്കാം. അവിടെയൊക്കെ ആലോചിക്കേണ്ടത്, ഒരു മനുഷ്യൻ കുറേ നാൾ വെയിറ്റ് ചെയ്ത് ഇന്ത്യക്ക് വേണ്ടി ഒരു സെഞ്ചുറിക്ക് തുല്യമായിട്ടൊരു ഇന്നിങ്സ് കാഴ്ചവെച്ചപ്പോൾ അതിൽ കുറ്റം കണ്ടുപിടിക്കാൻ വരുന്നു. അവിടെയൊക്കെ ആ മാച്ചിൽ ഉടനീളം ഒരു കുറ്റവും കണ്ടുപിടിക്കാനില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ ഒരു ക്യാച്ച് ഡ്രോപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ ബാറ്റിങ്ങിൽ ഔട്ടാവുന്ന തരത്തിൽ എന്തെങ്കിലും ചാൻസ് കൊടുക്കുകയോ ഒന്നും ചെയ്യാത്ത ഒരു മനുഷ്യൻ, ആ വ്യക്തി ഒന്ന് മനസ്സിലാക്കിയെടുക്കുകയാണെങ്കിൽ എത്ര നേരമാണ് അദ്ദേഹം ഹെൽമെറ്റ് ധരിച്ചത്? ആദ്യത്തെ 20 ഓവർ അദ്ദേഹം വിക്കറ്റ് മുന്നിൽ അത്രയും നേരം ഹെൽമെറ്റ് ധരിക്കുമായിരുന്നു. ആ ഹെൽമെറ്റ് ഇട്ടുകൊണ്ടായിരുന്നു ആ വിക്കറ്റ് മുന്നിൽ നിന്നത്. അതും 20 ഓവറും ഹെൽമെറ്റ് ഊരാതെ തന്നെയാണ് ആ ഗ്രൗണ്ടിൽ നിന്നത്. അതിനുശേഷം ഒരു 5 മിനിറ്റ് കിട്ടി കാണും. ആ ഹെൽമെറ്റ് ഒന്ന് ഊരി അടുത്ത ഇന്നിങ്സിൽ ഇറങ്ങി, അതും ഓപ്പണറായിട്ട് ഇറങ്ങി. അവിടെയും 20 ഓവറോളം ബാറ്റ് ചെയ്തു. ഏകദേശം 19.2 ഓവർ വരെ ആ ഹെൽമെറ്റ് യൂസ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം നിന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ സഞ്ജുവിൻ്റെ തലയിൽ ആ ഹെൽമെറ്റ് കിടന്നത് ഏകദേശം 40 ഓവറോളമാണ്. അങ്ങനെയുള്ളൊരു മനുഷ്യൻ വിജയ റണ്ണ് നേടിക്കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിൻ്റെ വിശ്വാസം ഉയർത്തിപ്പിടിച്ച് ദൈവത്തോട് നന്ദി പറയുകയാണ് ചെയ്തത്. ആ സമയത്ത് തലയിലുണ്ടായിരുന്ന ഹെൽമെറ്റ് എടുത്ത് കളഞ്ഞു. അങ്ങനെ അതിന് പറയാൻ കഴിയത്തുള്ളൂ. അല്ലാതെ അതിനെ എടുത്തെറിയുക എന്നൊക്കെ പറയുകയാണെങ്കിൽ എറിയുന്നത് അങ്ങനെയാണോ? ഒരു ഹെൽമെറ്റ് എടുത്ത് എറിയുന്നത് ഇങ്ങനെയാണോ? അദ്ദേഹം ആ ഹെൽമെറ്റ് തലയിൽ നിന്ന് എടുത്ത് കളഞ്ഞു. അതിനുശേഷം മുകളിലേക്ക് നോക്കി പ്രാർത്ഥിക്കുകയാണ്, തൊഴുത് നന്ദി പറയുകയാണ്.
അതും ഒരു ദൈവത്തെ മാത്രമല്ല, പലരും കുരിശ് വരച്ചത് മാത്രമേ കാണത്തുള്ളൂ. അവിടെ 3 രീതിയിലാണ് അദ്ദേഹം ദൈവത്തിനോട് നന്ദി പറയുന്നത്. ചിലർക്കത് കുരിശ് വരയ്ക്കുന്നതായിട്ട് മാത്രമേ കാണത്തുള്ളൂ. പക്ഷേ ആ ഒരു നന്ദി പറച്ചിൽ നമുക്ക് കണ്ടാൽ മനസ്സിലാവും അദ്ദേഹം എല്ലാ ദൈവങ്ങളെയും റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് അദ്ദേഹം നന്ദി പറഞ്ഞത്. അതിനിടയ്ക്ക് ഹെൽമെറ്റ് എടുത്ത് കളഞ്ഞതിനെയാണ് പറയുന്നത് ഹെൽമെറ്റ് എടുത്ത് ദൂരേക്ക് എറിഞ്ഞു. എന്തോ ആരെയും കണ്ട് കൊല്ലാൻ ചെയ്യുന്ന പ്രവൃത്തിയുടെ കൂട്ടാണ് പല മാധ്യമങ്ങളും ഇതിനെ പറഞ്ഞു വയ്ക്കുന്നത്. ഹെൽമെറ്റ് എടുത്ത് വലിച്ച് ദൂരേക്ക് എറിഞ്ഞു, ഇതൊരു സീരിയസ് മാറ്ററാണ്. എനിക്ക് തോന്നുന്നു ഇങ്ങനെയൊക്കെ പടച്ചു വിടുമ്പോൾ ആരെങ്കിലുമൊക്കെ ശ്രദ്ധിക്കണം. ഈ വാർത്ത പലരും പൊക്കി പിടിച്ചുകൊണ്ട് വരണം. അതായത് സഞ്ജുവിൻ്റെ ഹേറ്റേഴ്സ് നിറയെ പേരുണ്ടല്ലോ, അവർക്ക് വേണമെങ്കിൽ ഇതൊരു ആഘോഷമാക്കാം. സഞ്ജു ഹെൽമെറ്റ് വലിച്ചെറിഞ്ഞതാണ്, അത് അംഗീകരിക്കാൻ കഴിയത്തില്ല, ഇല്ലെങ്കിൽ ആർട്ടിക്കിൾ 2.2 പ്രകാരം അത് തെറ്റായിട്ടുള്ള കാര്യമാണ്, സഞ്ജുവിനെ അടുത്ത മത്സരത്തിൽ കളിപ്പിക്കരുത് എന്ന രീതിയിൽ ഇങ്ങനെ വാർത്തകൾ ഉണ്ടാക്കണം. എങ്ങനെയെങ്കിലും ആ വ്യക്തി അങ്ങ് തകർക്കണമല്ലോ. ഒരുപക്ഷെ അദ്ദേഹം ടീമിൽ നിന്ന് പുറത്താകുമെന്ന് ഉറപ്പിച്ച സമയമാണ് ഈ അവസാനത്തെ വെസ്റ്റ് ഇൻഡീസുമായിട്ടുള്ള കളി. കാരണം വേറെ നിവൃത്തിയില്ല. പലരും വിചാരിക്കും സഞ്ജുവിനോടുള്ള സ്നേഹം കൊണ്ടാണ് ടീമിൽ ഉൾപ്പെടുത്തിയതെന്ന്. അങ്ങനെയാണോ നമ്മൾ കരുതേണ്ടത്? സഞ്ജുവിനോടുള്ള സ്നേഹം കൊണ്ടാണ് അവർ ടീമിൽ ഉൾപ്പെടുത്തിയത്? ഒരിക്കലുമല്ല. കളി കൈവിട്ട് പോയി, ഇന്ത്യയുടെ സെമി ഫൈനൽ ചാൻസ് കുറഞ്ഞു. അതുപോലെ തന്നെ സൗത്ത് ആഫ്രിക്കയോട് ഒരു ബാറ്റ്സ്മാനും തിളങ്ങാനായില്ല. ഓപ്പണിംഗ് വളരെ ശോകം, വളരെ വലിയ മാർജിനിൽ തോറ്റു എന്നൊരവസ്ഥ വന്നപ്പോൾ സഞ്ജുവിനെ ഉൾപ്പെടുത്തേണ്ടി വന്നു. അവിടെ ഒന്ന് ചിന്തിക്കേണ്ടത്, ആ 2 മത്സരത്തിലും സഞ്ജു ഫെയിലായിരുന്നെങ്കിൽ ഈ പഴി മുഴുവൻ സഞ്ജുവിനായിരുന്നു ലഭിക്കേണ്ടത്. അതായത് സഞ്ജുവിൻ്റെ ഓപ്പണിംഗ് ശരിയല്ലാത്തത് കൊണ്ടാണ് ഇന്ത്യ വേൾഡ് കപ്പിൽ നിന്ന് പുറത്തായത്. ചിലപ്പോൾ അതിനു മുമ്പ് കളിച്ചിരുന്നവരെ ഒന്നും ആരും ഓർക്കത്ത് പോലും ഇല്ല. കാരണം സൂപ്പർ 8-ൽ നിർണായക ഘട്ടങ്ങളിൽ ഓപ്പൺ ചെയ്യിപ്പിച്ചത് സഞ്ജുവിനെയാണ്. ആ നിർണായക ഘട്ടങ്ങളിൽ ഫെയിൽ ആവുകയായിരുന്നെങ്കിൽ, സിംബാബ്വേയോടും വെസ്റ്റ് ഇൻഡീസിനോടും ഫെയിൽ ആവുകയായിരുന്നെങ്കിൽ, അതായത് ഇന്ത്യ തോക്കുകയായിരുന്നെങ്കിൽ എല്ലാ പഴിയും സഞ്ജുവിൻ്റെ മണ്ടയിൽ വരും. സഞ്ജുവിനെ ടീമിൽ നിന്ന് എടുത്തു കളയും. കാരണം ന്യൂസിലൻഡ് സീരീസിൽ ഫ്ലോപ്പ്, ഇംഗ്ലണ്ട് സീരീസിൽ ഫ്ലോപ്പ്, അതുപോലെ തന്നെ വേൾഡ് കപ്പിൽ 20-ന് മേൽ സ്കോർ ചെയ്യുന്നില്ല എന്നുള്ള സ്ഥിതി വരുമായിരുന്നു. പക്ഷേ എന്തോ സഞ്ജു വെസ്റ്റ് ഇൻഡീസുമായിട്ട് നല്ല രീതിയിൽ കളിച്ചു. ആ ഒറ്റൊരു കാരണം കൊണ്ട് ഇന്ത്യ ഇപ്പോൾ സെമി ഫൈനലിലെത്തി. അല്ലാത്ത പക്ഷം ക്രിക്കറ്റ് കാണുന്നവർക്ക്, ഇല്ലെങ്കിൽ സ്കോർ ബോർഡ് വിലയിരുത്തുന്നവർക്ക് മനസ്സിലാവും എന്താണ് സൗത്ത് ആഫ്രിക്കയായിട്ട് ഇന്ത്യ കളിച്ചത്. അതേ രീതിയിൽ തന്നെയാണ്, അതേ മാതൃകയിൽ തന്നെയാണ് വെസ്റ്റ് ഇൻഡീസുമായിട്ട് കളിച്ചത്. അത് ചിലപ്പം പലരും തർക്കിക്കും. പക്ഷേ നിങ്ങൾ സ്കോർ ബോർഡ് എടുത്ത് നോക്ക്. വെസ്റ്റ് ഇൻഡീസുമായിട്ട് സഞ്ജുവിൻ്റെ ആ 97 റണ്ണില്ലെങ്കിൽ സൗത്ത് ആഫ്രിക്കയോട് ഇന്ത്യ എങ്ങനെ കളിച്ചു അതേ രീതിയിലല്ലേ പോയിക്കൊണ്ടിരുന്നത്. അത് നിങ്ങൾക്ക് ആ സ്കോർ ബോർഡ് കാണുമ്പം വ്യക്തമായിട്ട് മനസ്സിലാവും. സൗത്ത് ആഫ്രിക്കയിലെ ഇന്ത്യയുടെ സ്കോർ ബോർഡ്, ഇന്ത്യയുടെ ബാറ്റ്സ്മാൻമാരെടുത്ത ആ റൺസ്, അതേപോലെ ഒരു ഇന്നിങ്സ് ആയിരുന്നു വെസ്റ്റ് ഇൻഡീസുമായിട്ട് നടന്നത്. പക്ഷേ അവിടെ സഞ്ജു അവിടെ നിന്ന് കളിക്കാൻ തീരുമാനിച്ചത് മുതൽ ഇന്ത്യക്ക് സെമിയിലോട്ടുള്ള ബെർത്ത് കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാം. ഇതിനിടയിൽ പലരും പറയുന്നുണ്ട് വെസ്റ്റ് ഇൻഡീസിൻ്റെ ബൗളർമാർ മോശമായിരുന്നുവെന്ന്. അത്ര പ്രഗത്ഭരായ ബൗളേഴ്സ് അല്ല വെസ്റ്റ് ഇൻഡീസിൻ്റെതെന്നാണ് അവർ പറയുന്നത്. അങ്ങനെ തീർച്ചയായിട്ട് പറയാൻ കഴിയത്തില്ല. അവർ ഇംഗ്ലണ്ടിനെയും തകർത്താണ് അവർ സൂപ്പർ 8-ൽ വന്നത്. അവിടെ ഇംഗ്ലണ്ടിനെതിരെയും ഇതേപോലൊരു സ്കോറായിരുന്നു അവർ മുന്നിൽ നിർത്തിയിരുന്നത്. പക്ഷേ ഇംഗ്ലണ്ടിനെ ചേസ് ചെയ്യാൻ കഴിഞ്ഞില്ല. അവിടെ ഇംഗ്ലീഷ് ബാറ്റ്സ്മാൻമാരെ ഒരിക്കലും കുറ്റം പറയാൻ കഴിയത്തില്ല. നല്ലൊരു ബാറ്റിംഗ് നിര തന്നെയുണ്ട് ഇംഗ്ലണ്ട് ടീമിന്. ആ ഇംഗ്ലണ്ട് ടീമിനെയും അതുപോലെ തന്നെ ഇന്ത്യൻ ടീമിലെ ബാക്കിയുള്ള ബാറ്റ്സ്മാൻമാരെ എല്ലാം, ഓപ്പണിംഗ് ആവട്ടെ മിഡിൽ ഓർഡർ ആവട്ടെ, അവരുടെ എല്ലാം വിക്കറ്റ് വെസ്റ്റ് ഇൻഡീസ് സ്വന്തമാക്കി. അങ്ങനെയുള്ള ബോളേഴ്സുള്ള ടീമാണ് വെസ്റ്റ് ഇൻഡീസ്. കാരണം അവിടെയും വെസ്റ്റ് ഇൻഡീസിൻ്റെ ബൗളിംഗ് നല്ലതല്ല എന്ന് പറയുന്നവരോട്, ഇല്ലെങ്കിൽ അവരുടെ ബൗളിംഗ് അത്ര മികച്ചതല്ല എന്ന് പറയുന്നവരോട്, അതും സഞ്ജു സാംസൺ 97 റൺ എടുത്തപ്പോൾ മുതൽ പറയുന്നവരോട്, കാരണം അങ്ങനെ പറഞ്ഞാലല്ലേ സഞ്ജുവിൻ്റെ ഇന്നിങ്സിൻ്റെ വില കുറയത്തുള്ളൂ. അങ്ങനെ പറയുന്നവരുണ്ടെങ്കിൽ തന്നെ ആ മോശം ബോളർമാരോട് പോലും ഇന്ത്യയുടെ ബാക്കിയുള്ള ബാറ്റ്സ്മാൻമാർക്ക് നിലനിൽക്കാൻ കഴിഞ്ഞില്ല, അതും ഇന്ത്യയിൽ വെച്ച്. എന്നിട്ട് അവരെല്ലാം നല്ലതായിട്ട് കളിച്ചു. സഞ്ജുവിൻ്റെ 97 റൺസിനേക്കാളും നന്നായിരുന്നു അവരുടെ ഇന്നിങ്സ് എന്ന് പറയുന്നവരെയാണ് നമ്മൾ വിമർശിക്കുന്നത്. അല്ലാതെ അവർ കളിച്ചില്ല, ദുബൈ 4 ബാളിൽ 8 റൺ എടുത്തത് അത്യാവശ്യമായിരുന്നു. അവിടെ ആലോചിക്കേണ്ടത് 4 ബാളിൽ 8 റൺ എടുക്കുന്നത് വലിയ കാര്യമൊന്നുമല്ല, ഒരു ഫിനിഷർ ചെയ്യേണ്ട അത്യാവശ്യമായുള്ള കാര്യമാണ്, അല്ലാതെ അതിലപ്പുറമൊന്നുമല്ല. അതുപോലെ തന്നെ ഒരു മിഡിൽ ഓർഡർ ബാറ്റ്സ്മാൻ ചെയ്യേണ്ട അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് തിലക് ചെയ്യേണ്ടത്. കാരണം ബാക്കിയുള്ളവരെല്ലാം ഫ്ലോപ്പായിരുന്നു. എന്നാൽ സഞ്ജു ചെയ്തതോ? സഞ്ജുവിൻ്റെ ഇന്നിങ്സിനെ കുറച്ച് കാണുന്നവരൊന്ന് ചിന്തിച്ച് നോക്ക്. ഓപ്പണിംഗ് നല്ല രീതിയിൽ കൊണ്ടുപോയി. അതും കൂടെ ഉണ്ടായിരുന്ന അഭിഷേക് പോയി, ഇഷാൻ പോയി, പിന്നീട് അങ്ങോട്ട് വന്ന സൂര്യ പോയി. ആ സമയത്തൊക്കെ സഞ്ജു അവിടെ നിലനിന്നിരുന്നു. അതുപോലെ തന്നെ പവർ പ്ലേ കഴിഞ്ഞിട്ടുള്ള രീതിയും സഞ്ജു അവിടെ നന്നായിട്ട് തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോയത്. അതിനുശേഷം കളി കൊണ്ടുപോകേണ്ടത് മിഡിൽ ഓർഡേഴ്സ് ആയിരുന്നു. എന്നാൽ മിഡിൽ ഓർഡേഴ്സും പെട്ടെന്ന് തന്നെ ഔട്ടായി. തിലക് 27 റൺ എടുത്ത് നല്ല രീതിയിൽ കളിച്ച് ഔട്ടായി. ആ ഷോട്ടിനെ ആരും വിമർശിക്കുന്നില്ല. ആ ഷോട്ട് അവിടെ ആവശ്യമാണോ എന്ന് പോലും ചിന്തിക്കുന്നില്ല. അത് അത്ര അത്യാവശ്യമുള്ള കാര്യമല്ലായിരുന്നു. എന്നിരുന്നാലും ആ 27 റൺ എടുത്ത രീതി നല്ലതായിരുന്നു എന്ന് തന്നെ പറയണം. എന്ന് കരുതി അത് സഞ്ജുവിനേക്കാളും വലിയൊരു ഇന്നിങ്സ് ആയിരുന്നു എന്ന് പറയുന്നവരോടാണ് എനിക്കെതിരെ അഭിപ്രായമുള്ളത്.
അതുപോലെ തന്നെ അത് കഴിഞ്ഞ് വന്നിട്ടുള്ള ഹാർദിക് പാണ്ഡ്യ എടുത്തത് 14 ബാളിൽ 16 ഒരു ഫിനിഷർ എന്ന രീതിയിൽ 14 ബാളിൽ 16 എടുക്കേണ്ടത്. അതും സ്ട്രൈക്ക് റേറ്റ് 200-ൽ കൂടുതൽ വേണ്ടപ്പോൾ ഹാർദിക് 14 ബാളിൽ 16 എടുക്കേണ്ടത്. അതിനുശേഷം വന്ന് ദുബൈ 4 ബാളിലാണ് 8 എടുത്തിരിക്കുന്നത്. അവിടെ വെറും 4 ബാളിൽ 8. അവിടെ 200 സ്ട്രൈക്ക് റേറ്റ് തന്നെയാണ് ഇന്ത്യക്ക് വേണ്ടത്. അതിൽ 8 റണ്ണ് മാത്രമേ എടുത്തോളൂ. അങ്ങനെയുള്ളപ്പോൾ ഏകദേശം 200 സ്ട്രൈക്ക് റേറ്റിനടുത്ത് 97 റൺ എടുത്ത ഒരാളെ ദുബൈയുടെ ഇന്നിങ്സാണ് വലുതെന്ന് പറയുമ്പോൾ അത് ഒട്ടും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയത്തില്ല. അല്ലാതെ ആ 2 4 അടിച്ചതിനെ കുറച്ച് കാണുകയല്ല. ഇവിടെ പലരും സഞ്ജുവിൻ്റെ ഇന്നിങ്സ് പറയുന്നതിനേക്കാളും കൂടുതൽ ദുബൈയുടെ ഇന്നിങ്സും ഹാർദിക്കിൻ്റെ ഇന്നിങ്സും ബുംറയുടെ ഇന്നിങ്സും ഒക്കെയാണ് മികച്ചതെന്ന് പറയുമ്പോൾ സഞ്ജുവിനെ മാറ്റി നിർത്തി സംസാരിക്കുന്നതിനോടാണ്, സഞ്ജുവിൻ്റെ പേര് പറയാൻ മടിക്കുന്നതിനോടാണ് നമുക്ക് എതിർപ്പുള്ളത്. അല്ലാതെ അവരൊന്നും ആ വിജയത്തിൻ്റെ പാർട്ടല്ല എന്ന് പറയാൻ കഴിയത്തില്ല. അങ്ങനെയുള്ളപ്പോൾ പലരും ചോദിക്കും സഞ്ജു ഒറ്റയ്ക്ക് അങ്ങ് ജയിപ്പിക്കാൻ കഴിയുമോ എന്ന്. അവിടെ എല്ലാവർക്കും അറിയാം അവിടെ കളിക്കുന്ന 11 പേരും ടാലൻ്റ് ഉള്ളവരാണ്. അവർ ചെയ്യേണ്ട ഒരു മിനിമം എഫേർട്ട് ഉണ്ട്, അതെല്ലാവരും ചെയ്തു എന്നേ പറയാൻ കഴിയത്തുള്ളൂ. അല്ലാതെ സഞ്ജുവിനേക്കാൾ വലിയ രീതിയിൽ അവർ കളിച്ചു എന്ന് പറയാൻ കഴിയത്തില്ല. ഇവിടേക്ക് ആ മാച്ച് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനൊരു പ്രശ്നം കൂടെ വരുമ്പോൾ സഞ്ജു ഹെൽമെറ്റ് ദൂരേക്ക് വലിച്ചെറിഞ്ഞു എന്നുകൂടി പറയുമ്പോൾ അത് പറഞ്ഞ് അങ്ങനെ ആക്കിയെടുക്കുകയാണോ എന്നുകൂടി സംശയിക്കേണ്ടതുണ്ട്. അതും ഹെൽമെറ്റ് വലിച്ചെറിഞ്ഞു, അത് കാണുന്നവർക്ക് മനസ്സിലാവും ഹെൽമെറ്റ് വലിച്ചൂരി എറിഞ്ഞോ. ആ വാക്കിൻ്റെ ഒരു മീനിങ് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. വലിച്ചൂരി എറിയുക, വലിച്ചൂരി എറിഞ്ഞതാണോ? ഹെൽമെറ്റ് തലയിൽ നിന്നും ഊരി താഴേക്കിട്ടു എന്നാണ് പറയേണ്ടത്. അല്ലാതെ തന്നെ വലിച്ചൂരി എറിഞ്ഞതായിട്ട് എനിക്ക് തോന്നിയില്ല. ഇങ്ങനെയാണോ വലിച്ചൂരി എറിയുന്നത്? ആ ദൃശ്യങ്ങൾ കണ്ടാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ. ഇനി അല്ലെങ്കിൽ ICCയുടെ ആർട്ടിക്കിൾ 2.2 ഒന്ന് നോക്കിയാൽ മനസ്സിലാവും എന്തെങ്കിലും അബ്യൂസ് അവിടെ നടന്നോ. ആ ഹെൽമെറ്റ് ഊരി എതിർ ടീമിലുള്ള ആളുകൾക്ക് എന്തെങ്കിലും അബ്യൂസ് ഉണ്ടാവണം. അതിനുശേഷം അവരത് കംപ്ലൈൻ്റ് ആയിട്ട് കൊണ്ടുവരികയാണെങ്കിലാണ് അത് കുറ്റമായിട്ട് മാറുന്നത്. ഇവിടെ ആ കളിക്ക് ശേഷം ഹിറ്റ്മേറൊക്കെ വന്ന് കെട്ടിപ്പിടിച്ച് ആ ഇന്നിങ്സിനെ വാഴ്ത്തുകയാണ് ചെയ്തത്. അല്ലാതെ ആ ഹെൽമെറ്റ് ഊരി എറിഞ്ഞത് വലിയ കുറ്റമായിട്ട് എതിർ ടീമിന് പോലും അഭിപ്രായമില്ല. പിന്നെ വിരോധികൾക്ക് വേണമെങ്കിൽ അത് വലിച്ചൂരി എറിഞ്ഞു, എതിർ ടീമിനെ ആക്ഷേപിക്കുന്ന തരത്തിലായിരുന്നു, അത് ആർട്ടിക്കിൾ 2.2 ആണ് എന്നൊക്കെ വേണമെങ്കിൽ അങ്ങ് പറഞ്ഞത് വലിയ സംഭവമാക്കി എടുക്കാം. ICCയുടെ പെരുമാറ്റച്ചട്ടത്തിലെ ആർട്ടിക്കിൾ 2.2 പ്രകാരം കായിക ഉപകരണങ്ങൾ വലിച്ചെറിയുന്നതാണ് ഇത് കാണിക്കുന്നത്. അതായത് അനാദരവ്, ഈ കായിക ഉപകരണങ്ങളായ സ്റ്റമ്പ്, ബാറ്റ്, ഹെൽമെറ്റ്, ഗ്ലൗസ്, പാഡ് എന്തോ ആയിക്കോട്ടെ, ഇതൊക്കെ എടുത്ത് വലിച്ചെറിയുന്നതും അനാദരവ് കാണിക്കുന്നതുമൊക്കെ എതിർ ടീമിലെ കളിക്കാർക്ക് അപകടമുണ്ടാക്കുന്ന രീതിയിൽ വലിച്ചെറിയുന്നതും ശിക്ഷാർഹമാണ്. നമുക്കറിയാം സഞ്ജു ഹെൽമെറ്റ് വലിച്ചെറിഞ്ഞതിൻ്റെ സൈഡിലൊന്നും ഒരാളും ഇല്ല. പക്ഷെ എന്നാൽ പോലും എതിർ ടീമിന് അത് വാദിക്കാം, അല്ലെങ്കിൽ മാച്ച് റെഫറിക്ക് അങ്ങനെ തോന്നുകയാണ് ഈ പ്ലെയർ മനഃപൂർവ്വം ഹെൽമെറ്റ് എറിഞ്ഞ് ഒരാളെ പരിക്കേൽപ്പിക്കാനാണ് ചെയ്തതെങ്കിൽ ഒരു പക്ഷേ മാച്ച് റെഫറിക്കും അങ്ങനെ ഒരു തീരുമാനം എടുക്കാം. എന്തായാലും ഇതിന്റെ ഡിസൈസീവ് പവർ മാച്ച് റെഫറിക്ക് തന്നെയാണ് എന്നത് പറയേണ്ടി വരും. അതിനെ തെറ്റു പറയാൻ കഴിയത്തില്ല. കാരണം തലയിൽ നിന്ന് ഹെൽമെറ്റ് എടുത്ത് തറയിലോട്ട് ഇട്ട് പോയില്ലയോ, അത് മാത്രം അങ്ങ് സൂം ചെയ്ത് കാണിച്ചു കഴിഞ്ഞാൽ അത് വലിയ കുറ്റമായിട്ട് തോന്നും. പിന്നെ ചിലർക്ക് കുരിശു വരച്ചതും അള്ളാഹുവിനോട് നന്ദി പറഞ്ഞതും പിന്നെ മറ്റുള്ളവർക്ക് തൊഴുത രീതിയും ഓരോരുത്തരുടെയും ചിന്താഗതി അനുസരിച്ച് അത് കുറ്റമായിട്ട് മാറിക്കൊണ്ടിരിക്കും. ആ ഒരു ചിന്താഗതിയെ വേണമെങ്കിൽ അവർ കൊണ്ട് ചെന്ന് എത്തിക്കുന്നത് സഞ്ജു ഹെൽമെറ്റ് വലിച്ചൂരി എറിഞ്ഞു, അത് കുറ്റമാണ് എന്ന രീതിയിലായിരിക്കും. അല്ലാതെ അതിനെ ഒരു കുറ്റമായിട്ട് എനിക്ക് തോന്നുന്നില്ല. നമ്മളും ക്രിക്കറ്റ് കാണാറുണ്ട്, ഇനി ക്രിക്കറ്റ് കാണാത്തത് കൊണ്ടാണ്, നിനക്കത് അറിയാത്തത് കൊണ്ടാണ് എന്നൊന്നും പറഞ്ഞുകൊണ്ട് വരണ്ട. നമ്മൾ ക്രിക്കറ്റ് കാണാൻ തുടങ്ങിയിട്ട് 10-30 വർഷമായി. എന്തായാലും സഞ്ജു ഹെൽമെറ്റ് അലക്ഷ്യമായിട്ട് വലിച്ചെറിയുന്നത് നമ്മുടെ ദൃശ്യങ്ങളുണ്ട്. ഇത് സഞ്ജുവിന് നടപടി ഉണ്ടാക്കാനുള്ള കാരണമാകുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമായിട്ട് നിൽക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാം, ഇതേ T20 ലോകകപ്പിൽ ഈ ഹെൽമെറ്റ് വലിച്ചെറിഞ്ഞതിൻ്റെ പേരിൽ തന്നെ വേറൊരു താരത്തിന് ഇതുപോലെ ICC ഒരു പ്രശ്നം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് സഞ്ജുവിന് നേരെയും ഈ ഒരു ചോദ്യം വരുന്നത്. ഫെബ്രുവരി 18 സ്കോട്ട്ലാൻഡ് താരമായ ജോർജ് മൻസി സ്കോട്ട്ലൻഡ് ഓപ്പണിംഗ് താരമാണ്. ജോർജ് മൻസിക്കെതിരെ ഒരു ഡീമെറിറ്റ് പോയിന്റ് കൊടുത്തിരുന്നു. അത് ഈ T20 ലോകകപ്പ് മത്സരത്തിന് പുറത്തായതിനു ശേഷം ഹെൽമെറ്റ് എറിഞ്ഞതായിരുന്നു ജോർജ് മൻസിക്ക് ഒരു ഡീമെറിറ്റ് പോയിന്റ് കൊടുക്കാൻ കാരണം. ഇപ്പോൾ ജോർജ് മൻസിക്ക് ആ ഡീമെറിറ്റ് പോയിന്റ് ഒതുങ്ങാനുള്ള കാരണം അടുത്ത മത്സരത്തിൽ എന്തായാലും സ്കോട്ട്ലാൻഡ് ഇല്ല, കാരണം സ്കോട്ട്ലാൻഡ് പുറത്തായി. അതിൻ്റെ ദേഷ്യത്തിലാണ് ജോർജ് മൻസി ഹെൽമെറ്റ് എടുത്ത് എറിയുന്നത്. അപ്പോൾ അല്ലാണ്ട് സഞ്ജുവിനെ പോലൊരു താരത്തിന് ഒരു മത്സര വിലക്ക് ഉണ്ടാവാനുള്ളൊരു സാധ്യത ഉണ്ടോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. പക്ഷേ സാധാരണഗതിയിൽ നമുക്കൊരു ആശ്വാസകരമായ കാര്യം പറയാനുള്ളത്, ഇങ്ങനത്തുള്ള സന്ദർഭങ്ങളിൽ ഒരു മത്സര വിലക്കുണ്ടാവാൻ സാധ്യതയില്ല. മാച്ച് ഫീഡ് 50% കുറയ്ക്കാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ 1-2 ഡീമെറിറ്റ് പോയിന്റ്സ് കൊടുക്കാനുള്ള സാധ്യതയുമുണ്ട്. അതൊരു വാർണിംഗ് ആണ്. അടുത്ത മത്സരത്തിലൊന്നും പ്ലെയർ ഇങ്ങനെ കാണിക്കും. നമ്മൾ ഫുട്ബോളിൽ യെല്ലോ കാർഡ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു വാർണിംഗ് ആയിട്ട് വേണമെങ്കിൽ കണക്കാക്കാം എന്നത് വേണം തന്നെ പറയാം. പക്ഷേ ഇതൊരു ലെവൽ 1 കുറ്റകരമാണ് എന്നതും കൂടി പറയുന്നുണ്ട്. ഈ ഒന്നുകിൽ ഇതിൻ്റെ തീരുമാനം, അൾട്ടിമേറ്റ് തീരുമാനം, ഇത് നമുക്കിതൊക്കെ പറയാമെങ്കിൽ പോലും ഇതിൻ്റെ ഡിസൈസീവ് തീരുമാനം ഇതിൻ്റെ ഒരു ഡിസിഷൻ എടുക്കുന്നത് മാച്ച് റെഫറീസ് ആണ്. മാച്ച് റെഫറിക്ക് തോന്നുകയാണ്
സഞ്ജു എറിഞ്ഞത് ഹെൽമെറ്റിനോടുള്ള അനാദരവാണ്, അല്ലെങ്കിൽ ഒരു ക്രിക്കറ്റ് കിറ്റിനോടുള്ള അനാദരവായിട്ടാണ് തോന്നുന്നതെങ്കിൽ അയാളെ സസ്പെൻഡ് ചെയ്യാനുള്ളൊരു അധികാരം മാച്ച് റെഫറിക്കുണ്ട്. അതായത് അടുത്ത ഇംഗ്ലണ്ട് മത്സരത്തിൽ സഞ്ജു കളിക്കില്ല എന്ന് മാച്ച് റെഫറി തീരുമാനിച്ചാൽ സഞ്ജു കളിക്കില്ല. അത് ദാറ്റ്സ് ഹൗ ഇറ്റ് സ്റ്റാൻഡ്സ്. അല്ല ഇതൊരു ആഹ്ലാദ പ്രകടനം കൊണ്ട് വെറുതെ എറിഞ്ഞതാണ് എന്ന് തോന്നിക്കഴിഞ്ഞ് ഒരു ഇളവ് വരുത്തിയാൽ സഞ്ജുവിന് ഇംഗ്ലണ്ടിനെതിരായ മത്സരം കളിക്കാം, ഫെയർ ആൻഡ് സ്ക്വയർ. ഇതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ നമുക്കിത് കുറച്ച് പ്രശ്നത്തിൽ നിൽക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഈ റിപ്പോർട്ട് എടുക്കുന്നത്. ഒരു 90% കാര്യങ്ങൾ അനുകൂലമാണ്, സഞ്ജുവിനെതിരെ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും വരാൻ പോകുന്നില്ല. ഉറപ്പായിട്ടും ഒരു മാച്ച് ഫീ ഡിഡക്ഷൻ ഉണ്ടാവും. അതിപ്പോൾ ഈ ഹെൽമെറ്റ് എറിഞ്ഞതിൻ്റെ പേരിൽ തന്നെ മാച്ച് ഫീ എന്തായാലും ഡിഡക്ട് ചെയ്യും. അത് ആർക്കും കുറയ്ക്കാനൊന്നും പറ്റത്തില്ല. അത് 50% ആണോ 40% ആണോ അല്ലെങ്കിൽ 30% ആണോ എന്നൊക്കെ മാച്ച് റെഫറിയാണ് തീരുമാനിക്കുന്നത്. എത്ര പോയിന്റ്സ് കുറയും, ഇപ്പോൾ ജോർജ് മൻസിക്ക് ഒരു ഡീമെറിറ്റ് പോയിന്റ് കൊടുത്തതുപോലെ സഞ്ജുവിനും 1 ആണോ 2 ഡീമെറിറ്റ് പോയിന്റ് ആണോ കൊടുക്കുന്നത് എന്നതും വ്യക്തമാക്കേണ്ടതുണ്ട്. പിന്നെ ഇത് ദേഷ്യത്തിൽ വലിച്ചെറിഞ്ഞതല്ല, കാരണം മത്സരം ഇന്ത്യ ജയിച്ചല്ലോ. അപ്പോൾ സന്തോഷത്തിൽ ഒരു ആഹ്ലാദ പ്രകടനത്താൽ വലിച്ചെറിഞ്ഞതായതുകൊണ്ട് തന്നെ മാച്ച് റെഫറി അങ്ങനെ ഒരു നിലപാടും കൂടി എടുക്കുകയാണെങ്കിൽ സമാധാനം എന്നത് മാത്രമേ പറയാനുള്ളൂ. അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് ഉറപ്പിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയിലല്ല നിലവിൽ നിൽക്കുന്നത്. അതിനി അവിടെ നിന്ന് തീരുമാനിച്ച് അതിൻ്റെ റിപ്പോർട്ടുകൾ വന്നതിന് ശേഷം മാത്രമേ ഒരു സമാധാനത്തോടു കൂടി സഞ്ജു ഇംഗ്ലണ്ടിനെതിരെ കളിക്കൂ എന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയൂ. പക്ഷെ നിലവിൽ സഞ്ജുവിൻ്റെ പ്ലേയിങ് 11 സ്ഥാനം കുറച്ച് പ്രശ്നത്തിലും ചോദ്യചിഹ്നത്തിലുമാണ് നിൽക്കുന്നത്. അതെ, മാച്ച് റെഫറിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. ഇനി തോന്നിപ്പിക്കാനുള്ള ശ്രമമാണോ എന്നറിയത്തില്ല. ഇങ്ങനെയൊക്കെയുള്ള വാർത്തകൾ ഉണ്ടാക്കി മാച്ച് റെഫറിക്ക് അങ്ങനെ തോന്നിപ്പിച്ച് ഇവരൊക്കെ സഞ്ജുവിന് പണിഷ്മെൻറ്റ് വാങ്ങിക്കൊടുക്കുമെന്ന് അറിയത്തില്ല. സഞ്ജു അവസാനം ആ ഹെൽമെറ്റ് ഊരിയനെയൊക്കെ വലിയൊരു തെറ്റായിട്ട് കാണുകയാണെങ്കിൽ വേറൊന്നും പറയാനില്ല. സഞ്ജു ടീമിൽ നിൽക്കുന്നത് ഇഷ്ടപ്പെടാത്ത നിരവധി ആളുകളുണ്ടെന്ന് വേണം പറയാൻ. അവർക്ക് ഇതൊക്കെയുള്ളൊരു ആയുധം. കാരണം നേരത്തെ പറഞ്ഞതിൻ്റെ കൂട്ട് തന്നെ ടീമിൽ നിന്ന് പുറത്താവാനിരുന്ന ഒരു വ്യക്തി, അതും പുറത്താക്കാനുള്ള അവസാന അടവ് ഇന്ത്യ പുറത്താകുമെന്ന് തോന്നിക്കുന്ന സമയത്ത് സഞ്ജുവിനെ ടീമിൽ കൊണ്ടുവന്ന് എത്തിച്ചു. അതും നിർണായക ഘട്ടത്തിൽ സഞ്ജുവിനെ ടീമിൽ എടുക്കേണ്ട സിറ്റുവേഷൻ വന്നതുകൊണ്ടല്ല, ഇഷ്ടം കൊണ്ടല്ല, ടാലൻറ്റ് കൊണ്ടല്ല. അവിടെയൊക്കെ ഓപ്പണിംഗ് വളരെ ഫ്ലോപ്പ് ആയതുകൊണ്ടാണ് സഞ്ജു വന്നത്. അങ്ങനെയുള്ളപ്പോൾ അടുത്ത കളിയിൽ തോറ്റാൽ തന്നെ അത് സഞ്ജുവിൻ്റെ മണ്ടയിൽ വരും, സഞ്ജു ഫ്ലോപ്പ് ആയതുകൊണ്ട്. അങ്ങനെ വിചാരിച്ച് ടീമിലെടുത്തപ്പോൾ ടീം ജയിക്കുകയും സഞ്ജു കുറേ റണ്ണും കൂടെ എടുത്തു എന്നറിഞ്ഞപ്പോൾ പല ഹേറ്റേഴ്സിനും നിൽക്കക്കളിയില്ല. എന്തെങ്കിലുമൊക്കെ കാരണം പറയണമല്ലോ. ആ വ്യക്തി എത്രമാത്രം വിഷമം മനസ്സിൽ കൊണ്ടാണ് നടന്നതെന്ന് ഉത്തപ്പയോട് തന്നെ സഞ്ജു പറയുന്നുണ്ട്. കളിക്ക് മുന്നേ ഇറങ്ങുന്നതിന് മുമ്പ് സഞ്ജു പറഞ്ഞത്, ചേട്ടാ എനിക്ക് ആദ്യമായിരുന്നു എന്നാണ്. പല ഇന്നിങ്സിലും ആദ്യോടെ തന്നെയാണ് സഞ്ജു കളിക്കാൻ ഇറങ്ങുന്നത്. കാരണം ടീമിൽ നിന്ന് പുറത്താക്കാനിരിക്കുകയാണ്. അതും ആ സമയത്ത് കളിക്കാൻ കഴിഞ്ഞില്ല. അതിനെ നമ്മളും വിമർശിച്ചിട്ടുണ്ട്. സഞ്ജു എന്താണ് ഇങ്ങനെ കളിക്കുന്നത്, ഇങ്ങനെ കളിച്ചാൽ സഞ്ജു പുറത്താവില്ലേ എന്നൊരു തോന്നൽ നമുക്കും ഉണ്ടായിട്ടുണ്ട്. എന്ന് കരുതി സഞ്ജു ടാലൻ്റ് ഇല്ലാത്തവനായിട്ട് നമ്മൾ ഒരിക്കലും കാണുന്നില്ല. സഞ്ജുവിനെ അധിക്ഷേപിക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു പല കളികളിലും നമ്മൾ കണ്ടത്. കാരണം കീപ്പിംഗ് ഗ്ലൗസ് ഊരി വാങ്ങി മറ്റൊരാൾ കൊടുക്കുക, അതൊക്കെ കാണുമ്പോൾ അദ്ദേഹത്തിന് കറക്റ്റായിട്ട് മനസ്സിലാവും അദ്ദേഹം വേൾഡ് കപ്പിൽ ഇല്ല. അത് അദ്ദേഹത്തിൻ്റെ അച്ഛൻ തന്നെ പറയുന്നുണ്ട്, സഞ്ജു വേൾഡ് കപ്പിൽ കാണുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. കാരണം സഞ്ജു ഫോം ഔട്ടായിരുന്നു. അതുപോലെ തന്നെ ഇഷാൻ കിഷന് ഗ്ലൗസ് കൊടുത്തു. അതും കഴിഞ്ഞതിന് ശേഷം സൂര്യകുമാർ യാദവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, അഭിഷേക് ഡെക്കായാലോ ഇനിയിപ്പോൾ തിലക് ഡെക്കായാലോ അവരെ മാറ്റാൻ കഴിയത്തില്ല. അഭിഷേകും തിലകും ഒക്കെ നല്ല ബാറ്റ്സ്മാൻമാരാണ്, നല്ല ടാലൻ്റ് ഉള്ളവരാണ്, അതൊന്നും കുറച്ച് കാണുന്നില്ല. എന്ന് കരുതി സഞ്ജു വളരെ മോശമാണെന്ന് പറഞ്ഞാൽ അതും ഒട്ടും അംഗീകരിച്ചു കൊടുക്കാനും കഴിയത്തില്ല. സഞ്ജു ഓപ്പണിംഗ് ചെയ്യുമ്പോൾ ഇന്ത്യക്ക് വലിയൊരു സ്കോറിൽ എത്തിച്ചേരാൻ കഴിയുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഒരു 10 ബോളിൽ സ്ട്രൈക്ക് റേറ്റ് അത് മറ്റുള്ളവരെക്കാളും കൂടുതലാണ്. ഒരുപക്ഷെ അഭിഷേക് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ തന്നെ അഭിഷേകിനേക്കാളും നല്ല സ്ട്രൈക്ക് റേറ്റിലായിരിക്കും സഞ്ജു അവിടെ കളിക്കുന്നത്. പലപ്പോഴും സഞ്ജു ഓപ്പൺ ചെയ്യുമ്പോൾ അഭിഷേകിൻ്റെ സ്ട്രൈക്ക് റേറ്റ് നമ്മൾ കാണാറേ ഇല്ല. കാരണം അതൊക്കെ മേലെയാണ് സഞ്ജു അടിച്ചു വെക്കുന്നത്. അതിനുശേഷം സഞ്ജു ഔട്ടായതിനു ശേഷമായിരിക്കും പിന്നെ അഭിഷേക് തുടങ്ങുന്നത് തന്നെ. അവിടെ അഭിഷേകിന് ഒരു കോൺഫിഡൻസ് കിട്ടുന്നത് സഞ്ജുവിൻ്റെ ഇന്നിങ്സ് ആയിരിക്കും. പിന്നീട് അങ്ങോട്ട് വരുന്നവർക്കും ഇത് ഇത്രയേ ഉള്ളൂ, അടിച്ചാൽ പോകും, 6 പോകും എന്നുള്ള തോന്നൽ വരും. പക്ഷേ മറ്റ് പലരും ഇറങ്ങുമ്പോൾ പിച്ച് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ കഴിയത്തില്ല. അടിച്ചാൽ 6 പോകുമോ അതോ ബാറ്റിങ്ങിന് അനുകൂലമാണോ എന്നുള്ള സംശയങ്ങളും തോട്ട്സും ഒക്കെ വരും. അവിടെയാണ് അഭിഷേക് ചോദിച്ചൊരു ചോദ്യം, സഞ്ജുഭായി എങ്ങനെയുണ്ട് പിച്ച് എന്നുള്ള ചോദ്യം വരുമ്പോൾ, അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല, നീ അങ്ങ് കളിച്ചാൽ മതി എന്നുള്ള രീതിയിൽ, നീ അങ്ങ് അടിച്ചാൽ മതി എന്നുള്ള രീതിയിൽ പറഞ്ഞത്. അവിടെ ആ ഒരു ധൈര്യം എടുത്താണ് സഞ്ജു എല്ലാ ഇന്നിങ്സും മുന്നോട്ട് നീക്കിക്കൊണ്ടിരിക്കുന്നത്. സഞ്ജുവിന് വേണമെങ്കിൽ ഇൻഡിവിജ്വലായിട്ട് കളിക്കാം. പലപ്പോഴും വേണമെങ്കിൽ ഒരു 30 ബാൾ വേസ്റ്റ് ചെയ്ത് തിലക് വർമ്മ ഫസ്റ്റ് റൗണ്ട് ഇറങ്ങിയപ്പോൾ എങ്ങനെയാണ് 2-3 ഇന്നിങ്സ് കളിച്ചതുപോലെ ഒരു 25-30 റണ്ണ് ആവറേജ് വെച്ച് സഞ്ജുവിന് കളിച്ചു പോകാം. പക്ഷേ അത് ടീമിന് ഗുണം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ തന്നെ ടീം ജയിക്കുമെന്നും എനിക്ക് തോന്നുന്നില്ല. അതൊരു പ്രോപ്പറായിട്ടുള്ള ഓപ്പണിംഗ് രീതി അല്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ ഓപ്പണിംഗ് ഇറങ്ങുന്ന ബാറ്റ്സ്മാന് 25 ശരാശരിയിൽ നല്ല സ്ട്രൈക്ക് റേറ്റ് ഉണ്ടെങ്കിൽ അയാൾ നല്ലൊരു ബാറ്റ്സ്മാനാണ് 2020-ൽ. വൺഡേയിലാണെങ്കിൽ അത് വ്യത്യസ്തമാകും, ടെസ്റ്റിലാണെങ്കിൽ മറ്റൊരു തരത്തിൽ വ്യത്യസ്തമാകും. പക്ഷേ 2020-ൽ അദ്ദേഹത്തിന് 25 ആവറേജ് ഉണ്ട്. അദ്ദേഹം 3 സെഞ്ചുറി അടിച്ചിട്ടുണ്ട്.
അത് എത്ര പേര് അടിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലരുടെയും പേര് ആ ലിസ്റ്റിൽ കാണത്തില്ല. രോഹിത് ശർമ്മയുടെ പേര് മാത്രമായിരിക്കും ആ ലിസ്റ്റിൽ കാണുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ കഴിഞ്ഞ അവസാനത്തെ ആ ഇന്നിങ്സ് അത് ഏറ്റവും വലിയ ചേസിങ് ആയിരുന്നു. വിരാട് കോഹ്ലി ചെയ്തതുപോലെ നല്ലൊരു ചേസിങ് ആയിരുന്നു. അതും ഓപ്പണിംഗ് ഇറങ്ങിയിട്ട് ഫിനിഷിംഗ് റോഡ് വരെ നല്ല വൃത്തിയായിട്ട് ചെയ്ത് ഒരു ചാൻസ് പോലും കൊടുത്തില്ല. അവിടെ ഒരു ടെൻഷനും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അതും ഈസി ആയിട്ടാണ് സഞ്ജു അവിടെ ബാറ്റ് ചെയ്തത്. വിരാട് കോഹ്ലി പലപ്പോഴും അഗ്രസീവ് ആവാറുണ്ട്. സഞ്ജു അവിടെ അഗ്രസീവ് ആവുന്നതും കണ്ടില്ല. എതിർ താരങ്ങളെ എന്തെങ്കിലും പറയുന്നതും നമ്മൾ കണ്ടില്ല. അവസാനം വന്ന് ആ ഹെൽമെറ്റ് എടുത്ത് കളഞ്ഞ് മുകളിലേക്ക് നോക്കി അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തെ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് ആ നന്ദി പറച്ചിലിനെയാണ് പലരും എടുത്ത് വിമർശിക്കുന്നത്. ഇവിടെ ഇപ്പോൾ അത് തന്നെയാണ് വന്നിരിക്കുന്നത്. സഞ്ജു ഏതോ കുറ്റം ചെയ്തതിൻ്റെ തൊട്ട് ഹെൽമെറ്റ് വലിച്ചെറിഞ്ഞു എന്നാണ് പറയുന്നത്. ഇതിനെയൊക്കെ വലിച്ചെറിഞ്ഞതാണെന്ന് പറയുകയാണെങ്കിൽ വലിച്ചെറിയുന്നതിനെ എന്ത് പറയും? ഇതൊക്കെ ഒരു അബ്യൂസ് ആണെന്ന് പറയുകയാണെങ്കിൽ അപ്പോൾ യഥാർത്ഥ അബ്യൂസിനെ എന്ത് പറയും? അതാണ് എൻ്റെ ചോദ്യം. ഇനി ഇതിനും പോരാഞ്ഞിട്ട് വരുന്ന സൈബർ ആക്രമണവും അത് സഞ്ജുവിന് നല്ല രീതിയിൽ അറിയാം എങ്ങനെ അതിനെയൊക്കെ നേരിടണമെന്ന്. അത് അച്ഛനോട് തന്നെയുള്ള ഒരു ഇൻ്റർവ്യൂവിൽ പറയുകയും ചെയ്തിട്ടുണ്ട്. All this critics and all the pressure which we face, sometimes I feel that okay, I should avoid all that thing. I should not focus on that. I have my own pressures, I have my own things to follow, things to achieve. But lately I found out, being an Indian cricketer, if you have to be in that environment, you will have to receive all these things, take it in the right way, or try to prove them wrong, or maybe use that energy in some or the other manner. So I have tried to play around with all those critics, and somewhere it has actually helped me. So sometimes I was like, okay, I want to be a batsman who scores a 10 ball 30 for my Indian team, and that's how I want to be known. But then people started saying, okay, why don't you want to be a consistent batsman? Why can't you score that 30 and make it a 70, make it an 80? So I'm like, yeah, they're also right, boss. I think, so am I somewhere just giving reasons in my own head, saying, okay, I just want to play that 20-30 and move on. So why can't I play a like 30 ball 60, 30 ball 70 kind of a player? So there definitely those kind of voices have helped me to work on my game, and I have utilized in a right way, and I kind of feel that I'm slightly getting better in the consistency part, but with the strike rate as well. So അതും മുടിയോണ ഒരു ഫീൽ ഇருக்கு. സോ ഐ എം ജസ്റ്റ് ട്രൈങ് ടു പ്ലേ അറൗണ്ട് വിത്ത് ഇറ്റ് ആൻഡ് ഇറ്റ് ഹാസ് ഹെൽപ്ഡ് മീ. ഇവിടെയൊക്കെ സഞ്ജുവിന് വ്യക്തമായിട്ട് അറിയാം എങ്ങനെ ഈ സൈബർ ആക്രമണത്തിൽ നിന്നൊക്കെ മാറി നിൽക്കാം, എന്തൊക്കെ മാറ്റങ്ങളാണ് ആവശ്യമെന്ന് സഞ്ജു വ്യക്തമായിട്ട് പഠിച്ചു. കാരണം ഇത്രയേറെ ആക്രമണങ്ങൾ നേരിട്ടപ്പോൾ അത് സ്വയമേ പഠിച്ചു വരുന്നതാണ്. ഒരുപക്ഷെ ഇത്രത്തോളം സൈബർ ആക്രമണമുള്ള ഒരു വ്യക്തി ഇപ്പോൾ കേരളത്തിലില്ല എന്ന് തന്നെ പറയാം. കാരണം കേരളത്തിൽ നിന്നുള്ള മാത്രം മൂക്കല്ല കിട്ടുന്നത്, പല സംസ്ഥാനങ്ങളിൽ നിന്നും പലരുടെയും ആരാധകർ, അതായത് നോർത്തിൽ നിന്ന് നല്ല രീതിയിലുള്ള വിമർശനം സഞ്ജുവിന് കിട്ടുന്നുണ്ട്. അതുപോലുള്ള സൈബർ ആക്രമണവും കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ സഞ്ജുവിനെ ഇഷ്ടപ്പെടുന്ന കുറേ പേരുണ്ട്. അവരുടെ സപ്പോർട്ട് നല്ല രീതിയിൽ സഞ്ജുവിന് കിട്ടുകയും ചെയ്യുന്നുണ്ട്. അതുതന്നെയാണ് നമ്മൾ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ ഫേസ്ബുക്ക് പേജിലും ഇൻസ്റ്റാഗ്രാം പേജിലും ഒക്കെ കാണുന്നതും. അവിടെ മറ്റുള്ളവർക്ക് 2000-3000 ലൈക്ക് കിട്ടുന്നുണ്ടെങ്കിൽ സഞ്ജുവിന് കിട്ടുന്നത് ചിലപ്പോൾ 40,000-50,000 ഒക്കെ ആയിരിക്കും. അതുകൊണ്ട് അവർക്കാർക്കും ഒരു അസൂയയും ഇല്ല എന്ന് വിചാരിക്കരുത്. എല്ലാവർക്കും നല്ല രീതിയിലുള്ള അസൂയയുണ്ട്. അതിൽ പലരും പുറത്ത് നല്ല രീതിയിൽ അഭിനയിച്ച് കാണിക്കുകയും ചെയ്യുന്നുണ്ട്. അത് നമുക്ക് പല രീതിയിലും ഇപ്പോൾ വ്യക്തമായിട്ട് വരുന്നുണ്ട്. എന്തായാലും പറഞ്ഞു നടക്കുന്നവർക്ക് സഞ്ജു ഹെൽമെറ്റ് ഒരു നിലത്തേക്ക് ഇട്ടത് എതിർ ടീമിനെ അബ്യൂസ് ചെയ്യാനാണെന്ന് പറയാം. വേണമെങ്കിൽ നല്ലൊരു പിഴയും വെച്ചു കൊടുക്കാൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇംഗ്ലണ്ടിന് നേരെ കളിപ്പിക്കാതിരിക്കാനുള്ള എന്തെങ്കിലും അടവാണോ എന്നും സംശയിക്കേണ്ടതുണ്ട്. എന്തായാലും ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ഓക്കെ ബൈ, സീ യു.